ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു ആവിയിൽ വേവിച്ച് പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതി കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. ആവിയിൽ വേവിച്ചൊരു നല്ല ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ശർക്കര ഏത് പാനിയാണ് ആക്കിയാണെങ്കിലും നമ്മൾ അരയ്ക്കാൻ നേരം അത് പാനിയാണെങ്കിലും ഒഴിച്ചാൽ മതി കേട്ടോ. കട്ടകളൊന്നും ഇല്ലാത്ത നല്ലൊരു ശർക്കരയുടെ പൊടിയാണിത്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇട്ടേക്കുക. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. 1/2 കപ്പ് തേങ്ങ ഇട്ടു, ശർക്കര ഇട്ടു 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇനി അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഇവിടെ ഇടുവാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി, ഒരു പിഞ്ചുപ്പ്. ഇതിൻ്റെ കൂടെ 5 ബദാം, 5 കശുവണ്ടി. അപ്പം ബദാം ഇല്ലെങ്കിൽ അടുത്തൊരു ഇടണ്ട കേട്ടോ. ഉണ്ടകൊണ്ടാണ് ഇതിനകത്ത് ഇട്ടത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 കപ്പ് സാദാ വെള്ളം, പച്ചവെള്ളമാണ് കേട്ടോ. നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാവേ. ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിക്കാവേ. മൊത്തം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാവ് ഒന്ന് തവി കൊണ്ടെടുക്കാം കേട്ടോ. കണ്ടല്ലോ അതേ ഈ പരുവ. അപ്പം ഞാനിത് കുറച്ച് അളവിലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടിയുടെയൊക്കെ ഇരട്ടി എടുത്ത് വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കണ്ടോ. 4 പാത്രമുണ്ട്. ഞാൻ ഇച്ചിരി എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. നല്ലോണം എണ്ണ എല്ലാ പാത്രത്തിലും ഒന്നാക്കി എടുക്കാവേ. അപ്പം ഈ സമയം നമ്മൾ ചെമ്പിനകത്ത് വെള്ളം വെക്കണം ആവി കയറ്റിയെടുക്കാനായിട്ട്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെമ്പിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായ ശേഷം ഇത് നമുക്ക് അങ്ങോട്ട് വെക്കാം. നമുക്കിതിലേക്ക് പകുതി വീതം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി സോഡാപ്പൊടി ചേർത്തേക്കുന്നത് കൊണ്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം കൊണ്ട് ഇത്രയും കൊണ്ട് ഒഴിച്ചാൽ മതിയേ. ഓരോ പാത്രത്തിലും ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇച്ചിരിയും കൂടെ ഒഴിക്കാവേ. ഇനി 2 എണ്ണം കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പം പാത്രം ഇത്രയും ഉള്ളൂ. ഇതുണ്ടാക്കിയ ശേഷം അതുണ്ടാക്കാം. നമുക്ക് ഇച്ചിരി കശുവണ്ടി ഒന്ന് പൊടിച്ചതിൻ്റെ മേളിലേക്ക് ഇടാവേ. അപ്പം നല്ലൊരു ഇതായിരിക്കും ഇത് പൊങ്ങി വരുമ്പം കേട്ടോ. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ചൂടായി കിടക്കുവാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് 4 എണ്ണം കൂടെ വെച്ച് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കണം. ഇത് വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ നല്ലോണം ആയിട്ട് കേട്ടോ. കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് വെന്തിട്ടുണ്ട്. നമുക്കൊരു നോക്കാവേ. ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിത് എടുത്തിട്ട് ബാക്കി 2 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാവേ. മൊത്തം 6 എണ്ണത്തിനുണ്ട്. ഇതെടുക്കാം. ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ട് പാത്രത്തെ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല കണ്ടോ. ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കണ്ടോ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കണ്ടോ. കാണുമ്പോഴേ അറിയാമല്ലോ. നട്ട്സൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നെങ്കിൽ മേളിലോട്ട് ഇട്ടു. അപ്പോൾ ഇത് നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കും. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. ഇത് കണ്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി.
നിങ്ങളതേ പറഞ്ഞാൽ മുറിച്ച് കാണിക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. ഇവിടെ തൊടുമ്പോളെ കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് ഉണ്ടോ. സോഫ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.